ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവങ്ങളെ, ഇന്ന് ക്രിസ്മസ് സകല ജനതകളുടെയും വലിയ സന്തോഷത്തിന്റെ സത്വാർത്തയായ പുണ്യദിനം. ഈ വിശുദ്ധ ദിനത്തിന്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ജനനത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് വലിയ ഒരുക്കത്തോടു കൂടിയാണ്. പ്രത്യാശയുടെ തിരിതെളിച്ച് സമാധാനത്തിലൂടെ, ആനന്ദത്തിലൂടെ, സ്നേഹത്തിലൂടെ നാം ഇന്ന് എത്തി നിൽക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവാകുന്ന നിത്യപ്രകാശത്തിൽ എത്തിച്ചേർന്ന് നമ്മൾ ഇനി ഒരിക്കലും അന്ധകാരത്തിൽ വീണു പോകാൻ പാടില്ല. കാരണം എന്തെന്നോ, അന്ധകാരത്തിൽ വസിച്ചിരുന്ന ജനതയ്ക്ക് വലിയ ഒരു പ്രകാശം ഉദയം ചെയ്തു. ഇരുളിന്റെ താഴ്വരയിലായിരുന്നവർക്കായി ഒരു ദീപം ഉദയം ചെയ്തു. ആ പ്രകാശപൂർണമായ ദീപം ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ എത്തിച്ചേർന്ന് നമ്മൾ ഇനി ഒരിക്കലും ദുഃഖാർത്ഥരായി കാണപ്പെടരുത്, പ്രത്യാശ നഷ്ടപ്പെട്ടവരായി കാണപ്പെടരുത്, നാം നിരാശരായി പോകരുത്. കാരണം ക്രിസ്തു ലോകത്തെ മുഴുവനെയും പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ക്രിസ്മസ് ലോകം മുഴുവനും ആഘോഷിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഏറ്റവും മനോഹരമായ ചിന്ത എന്തെന്നോ, നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നുവെന്ന സന്ദേശം ആദ്യം സ്വീകരിച്ച മനുഷ്യരെയാണ്. ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ദരിദ്രരായ, ബലഹീനരായ മനുഷ്യർ, പാവപ്പെട്ടവരായ മനുഷ്യർ, അവർ ഇടയരായിരുന്നു. ഇടയന്മാർ സ്വന്തമായി ഭവനമില്ലാത്തവരും, മേൽവിലാസമില്ലാത്തവരും, സ്വന്തം ബന്ധുക്കളില്ലാത്തവരും, അവകാശികളില്ലാത്തവരും, രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഇല്ലാത്തവരുമായിരുന്നു. ഈ ഭൂമിയിലെ ഒരു ബലവുമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് രക്ഷയുടെ സന്ദേശം ആദ്യമായി നൽകപ്പെട്ടത്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ പിള്ളക്കച്ചകൾ കൊണ്ടുപൊതിഞ്ഞ് പുൽത്തൊട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. വലിയ ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ, പ്രത്യാശയോടെ ഇടയന്മാർ ദൈവത്തെ ദർശിക്കുവാൻ വേണ്ടി ബെത്ലഹേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. അവിടെ ഹൃദയം മുഴുവനും ആനന്ദമാണ്. ജീവിതത്തിൽ ഒരിക്കലും ദർശിച്ചിട്ടില്ലാത്ത, സങ്കല്പത്തിൽ മാത്രമുള്ള ദൈവത്തെ കാണുവാനാണ് അവർ ബെത്ലഹേമിലേക്ക് പോയത്. അവിടെ ഹൃദയത്തിന്റെ ആശങ്ക എന്തായിരിക്കും, ആ രൂപവും ഭാവവും എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട്. എന്നാൽ അവർ കാലിത്തൊഴുത്തിനെ സമീപിക്കുമ്പോൾ അവർ കേൾക്കുന്നത് ഒരു ശിശുവിന്റെ കരച്ചിലാണ്. അവർ അടുത്തെത്തിയപ്പോൾ കണ്ടത് ഒരു മനുഷ്യ ശിശുവിനെയാണ്. ആ ഇടയന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം, ഇതാ ഒരു ദൈവം, നമ്മെപ്പോലെ ചിരിക്കുന്ന, നമ്മെപ്പോലെ കരയുന്ന, നമ്മെപ്പോലെ പുഞ്ചിരിക്കുന്ന, നമ്മെപ്പോലെ മാംസവും രക്തവുമുള്ള ഒരു ദൈവം. ഇതാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിന് മാത്രമേ നമ്മെ വീണ്ടെടുക്കാനാകൂ. അവർ മുട്ടുകുത്തി ശിരസ് നമിച്ചു, ആരാധിച്ചു. അവർക്ക് സമർപ്പിക്കാൻ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. അവിടെ ജീവിതം തന്നെ കാഴ്ചയായി മാറി. അവരുടെ ത്യാഗവും സ്നേഹവും കരുതലും വലിയ നന്മയുടെ ബലമായി രൂപാന്തരപ്പെട്ടു. ക്രിസ്തുവിന്റെ ഏറ്റവും മഹത്തായ കൃപയുടെ അനുഗ്രഹം ആദ്യം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരും ഈ ദരിദ്രരായിരുന്നു. അവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു. ക്രിസ്മസ് വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വലിയ പ്രത്യാശയിലൂടെ, വിശ്വാസത്തിലൂടെ, നിഷ്കളങ്കമായ സ്നേഹത്തിലൂടെ, ലാളിത്യത്തിലൂടെ, എളിമയിലൂടെ നാം എത്തിച്ചേരേണ്ട ഇടമാണ് ക്രിസ്തു എന്ന ഓർമ്മപ്പെടുത്തൽ. ഒരു നക്ഷത്രവെട്ടത്തിന്റെ ബലത്തിലാണ് ഇടയന്മാർ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെത്തിയത്. ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്താൻ അത്ര വലിയ മഹത്വമൊന്നും ആവശ്യമില്ല, മറ്റൊരു ബലവും വേണ്ട. വിശ്വസിക്കാമോ, ഈ നക്ഷത്രവെട്ടത്തിൽ അത് നിന്നെ എത്തിക്കുന്നത് ക്രിസ്തുവിലായിരിക്കും. നാം എല്ലാവരും എത്തിച്ചേരേണ്ടത് ക്രിസ്തുവിലാണെങ്കിൽ നാം ആയിത്തീരേണ്ടത് നക്ഷത്രവെട്ടങ്ങളാണ്. ഈ ക്രിസ്മസ് നമുക്ക് അവരന് ക്രിസ്തുവിലേക്കുള്ള വഴിവെട്ടമാകാം. നമ്മെ കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്ക്, രക്ഷകന്റെ കൃപയുടെ തൃപ്പാദത്തിലേക്ക് നമുക്ക് നയിക്കാം. അവിടെ നന്മ നിറഞ്ഞവരമ്മയും നീതി നിറഞ്ഞവരപ്പനുമുണ്ട്. സ്വർഗം ഇതാ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യന്റെ മാംസത്തോടെ, രക്തത്തോടെ, മജ്ജയോടെ നമ്മുടെ മുമ്പിലുണ്ട്. ആ ദൈവത്തെ ശിരസ്സമിച്ച് ആരാധിക്കാം.
അവനെ ജീവിതത്തിൽ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാം. ക്രിസ്തു കൂടെയുള്ളപ്പോൾ നമ്മൾ ബലമുള്ളവരാണ്. ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നത്. നമുക്ക് ഇമ്മാനുവലായ ദൈവത്തെ ചേർത്ത് പിടിക്കാം. ഈ ക്രിസ്മസ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പുഞ്ചിരിയെ വീണ്ടെടുക്കുവാനും അവരിന് നഷ്ടപ്പെട്ടു പോയ ആനന്ദത്തെ തിരികെ നൽകുവാനും സാധ്യമായാൽ ഈ ക്രിസ്മസ് നമുക്ക് അർത്ഥപൂർണമാകും. നമുക്ക് ഹൃദയപൂർവ്വം സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, കരുണ കാണിക്കുവാൻ, ക്രിസ്തുവിന്റെ ലാളിത്യം സ്വന്തമാക്കി ക്രിസ്തുവിന്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാകാം. അങ്ങനെ ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ സ്നേഹത്തിന്റെ ഊഷ്മളത നമ്മുടെ ജീവിതം കൊണ്ട് അവരിനെ പങ്കുവയ്ക്കുവാനും ക്രിസ്തു സാന്നിധ്യത്തിൽ ജീവിച്ചുകൊണ്ട് ലോകത്തിന് സാക്ഷികളാകുവാനും വരവും കൃപയും പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് അനുഗ്രഹത്തിന്റെ, ആനന്ദത്തിന്റെ, പുഞ്ചിരിയുടെ പുണ്യദിനങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.